എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. സ്തോത്രം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര് സർദീസിലുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ആമേൻ. ഒരു വചനഭാഗം കൂടെ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിനകത്ത് അതിൻ്റെ 12-13 വാക്യം കൂടി. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ആമേൻ. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷും കൂടി ഒന്ന് വായിക്കാമേ. സർദീസിലെ അതിൻ്റെ ചാപ്റ്റർ Revelation 3:1-3 വായിക്കാം. And to the angel of the church in Sardis write, these things says he who has the 7 spirits of God and the 7 stars. I know your works, that you have a name, that you are alive, but you are dead. Be watchful and strengthen the things which remain, that are ready to die. For I have not found your works perfect before God. Remember therefore how you have received and heard. Hold fast and repent. Therefore, if you will not watch, I will come upon you as a thief, and you will not know what hour I will come upon you. Amen. Then Hebrews 12 and 12-13. Therefore, strengthen the hands which hang down, and the feeble knees, and make straight paths for your feet, so that what is lame may not be dislocated, but rather be healed. Amen. Hallelujah. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. നമുക്ക് പല പ്രാവശ്യം നമ്മൾ കേട്ട മെസ്സേജ് സൗണ്ട് ഓക്കെ ആണോ? ശരി, വോളിയം വെക്കാം സിസ്റ്റർ. എൻ്റെ മാക്സ് ഓക്കെ. ഇപ്പോഴോ? ഇതെൻ്റെ മാക്സിമം ആകട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ ആണോ? എനിക്ക് ഇച്ചിരി സൗണ്ട് കുറച്ചൊക്കെ കേൾക്കുന്ന ഞാൻ ചോദിക്കുന്നത്. തരാ സിസ്റ്റർ, സൗണ്ട് ഓക്കെ ആണോ? സിസ്റ്റർ സംസാരിക്കുന്നത്. ഞാനും മാക്സിമത്തിൽ വെച്ചേക്കുമാണ്. പക്ഷെ കുഴപ്പമില്ല. എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്നും അറിയാനായിരുന്നു. എനിക്ക് കുഴപ്പമില്ല. സിസ്റ്റർ. ഓക്കെ. എൻ്റെ ഇത് മാക്സിമം കേട്ടോ, ഏറ്റവും മാക്സിമം. ഓക്കെ, പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ വായിച്ച് കേട്ട ഭാഗം ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പം നമ്മൾ ഇന്ന് കേട്ടതുപോലെ സർദീസിലെ സഭയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ആ ഒരു ദൂതിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആമേൻ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പോൾ നീ ഉണരാതിരുന്നാൽ ഞാനൊരു കള്ളനെ പോലെ വരും, ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ആമേൻ. നമ്മൾ ഈ ICUവിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ ഒന്ന് ഇമാജിൻ ചെയ്തേ. അവർക്ക് ജീവനുണ്ട്, പക്ഷെ പലരും വെന്റിലേറ്ററിലാണ് കിടക്കുന്നെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് ജീവനുണ്ട്, കൈയും കാലുമൊക്കെ അനക്കുന്നുണ്ട്, യൂറിൻ പോകുന്നുണ്ട്, ഔട്ട്പുട്ടുണ്ട്, ചില മേജർ ഇഷ്യൂസ് എവിടെയെങ്കിലും മേജർ ഓർഗൻസിൽ ഉണ്ടായിട്ടായിരിക്കും. മരിച്ചിട്ടുണ്ടോ? ഇല്ല, ആള് ജീവനോടെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ വെന്റിലേറ്ററിൽ കിടന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ജീവനുണ്ട്, ഈ ശകലോടെ ഉള്ളൂ, പക്ഷേ ജീവനുള്ളതാണ് അവിടെ വെച്ചിരിക്കുക. അപ്പം ആ ഉള്ള റിമൈനിങ് ആയിട്ടുള്ള കാര്യത്തിനെ സ്ട്രെങ്തൻ ചെയ്ത് അവർ റെഡിയാക്കി കുട്ടപ്പനാക്കി ബാക്കി എല്ലാം കൂടി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ICUന്ന് വെളിയിലിറങ്ങാം. ആമേൻ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവർ കർത്താവിൻ്റെ മുമ്പിൽ അങ്ങനെ കിടക്കുന്നത് മരിച്ചതായിട്ട് തന്നെയാണ് യേശുവിനോട് പറയുന്നത്. കാരണം ഈ മരിച്ചവനാകുന്നു എന്ന് തന്നെ അവിടെ പറയുകയാണ്. പക്ഷേ എന്തൊക്കെയോ അവിടെ റിമൈനിങ് ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് ഉണരുക, ശക്തിപ്പെടുക, ആ ഇച്ചിരി ഉള്ളത് പോകാതെ റെഡിയായിട്ട് വന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. സംഭവങ്ങളെല്ലാം ഓക്കെ ആകും. കർത്താവ് നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവം അല്ല. പക്ഷേ യേശുവച്ചൻ പറയണം, ഞാൻ നിൻ്റെ പ്രവൃത്തി, നമ്മൾ ആ വചനത്തിനകത്ത് വായിക്കുമ്പോൾ സഭകളോടൊക്കെ പറയുമ്പം അവരുടെ പ്രവൃത്തി അറിയാം, പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സർദീസിലെ സഭയെക്കുറിച്ച് അവിടെ പറയുമ്പം
വല്ലവരും ചെന്ന് പറഞ്ഞിട്ട് കർത്താവ് അങ്ങനെ കേട്ടിട്ട് അസ്യൂം ചെയ്യുന്നതല്ല. വ്യക്തമായിട്ട് കർത്താവ് കണ്ടിട്ടാണ് പറയുന്നത്. നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായിട്ട് കാണുന്നില്ല. ആമേൻ. അപ്പം എന്തുവായി അപൂർണത, അല്ലെങ്കിൽ ഈ പൂർണ്ണതയില്ലാത്തൊരു പ്രവൃത്തി അവിടെ എങ്ങനെ അവിടെ വരാനിടയായിത്തീരുന്നു ഈ സഭയ്ക്ക്? പ്രത്യേകിച്ച് ഈ സർദീസിലെ ഈ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇവർക്ക് ഈ ദൂത് അവർക്ക് കിട്ടുമ്പം, അവർക്ക് ഈ ദൂത് അവർക്ക് അതുപോലെ കേൾക്കുമ്പം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറഞ്ഞു. കാരണം ഈ സർദിസ് എന്ന് പറയുന്ന ഈ പട്ടണം പുരാതന രാജ്യമായ ലിഡിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ സർദിസ് എന്ന് പറയുന്നത്. ഈ സ്ഥലം ടർക്കിയിലാണ് കേട്ടോ. അപ്പം ഈ സർദിസ് എന്ന് പറഞ്ഞ ഈ സ്ഥലം, ഈ പട്ടണം സ്ഥിതി ചെയ്യുന്ന വലിയ പാറക്കെട്ടിൻ്റെ മേളിലാണ്. അപ്പോൾ അവിടെ ഈ വലിയൊരു പാറക്കെട്ട്, അതിൻ്റെ മേളിലൊരു പാറക്കെട്ട്, ഇങ്ങനെ പാറക്കെട്ട് കാരണം ഇങ്ങനെ ഒരു പീഠഭൂമി എന്ന് കേട്ടിട്ടുണ്ട്. മേളിൽ ഇങ്ങനെ പീഠം പോലെ ഇരിക്കും. മേളിൽ തട്ടുണ്ട്, എന്നിട്ട് താഴോട്ട് ഇങ്ങനെ മലയാണ്, പർവ്വതമാണ്. അപ്പോൾ ഒരു പീഠം പോലെ, മേളിൽ പട്ടണമാണ്, താഴെ വലിയ മലയുടെ മേളിൽ ഒരു പട്ടണം സ്ഥിതി ചെയ്യും. അങ്ങനെ വലിയൊരു ഉയർന്ന മലയുടെ മണ്ടക്കത്തെ ഒരു പട്ടണമായിരുന്നു ഈ സർദിസ് എന്ന് പറഞ്ഞ പട്ടണം. ആമേൻ. അവിടുത്തെ രാജാവിൻ്റെ പേരാണ് ക്രീസസ്. ആമേൻ. അയാൾ ഭയങ്കര സമ്പന്നനായിരുന്നു. കാരണം അതിനോടടുത്തുള്ള ഹെർമസ് നദി, അവിടെയെല്ലാം സ്വർണ്ണ ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കാരണം ആ രാജാവ് ഭയങ്കര ധനികനായിരുന്നു. എന്നെപ്പോലെ ധനികൻ എന്നുള്ളൊരു പേര് തന്നെ ഈ രാജാവ് തന്നെ അയാളിൽ നിന്നുണ്ടായതാണ്. കാരണം അത്രയ്ക്കും പുള്ളി സമ്പന്നനായിരുന്നു. അപ്പം ഇത്രയും വലിയ പാറക്കെട്ടിൻ്റെ മേളിലിരിക്കുന്ന ഒരു പട്ടണമായ സർദിസ്, ഈ രാജാവ് വളരെ സമ്പന്നനായതുകൊണ്ട് അത് ഭയങ്കര സേഫും ആയിരുന്നു. അപ്പം അങ്ങോട്ട് പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു മെയിൻ ഇത്, വേറെ ഇതിലെ കൂടിയൊന്നും അവർ നോക്കിയിട്ട് വേറെ വഴിയൊന്നുമില്ല അവിടെ ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ട് വളരെ സേഫായിട്ട് ഇത്രയും വലിയ മലമണ്ടയ്ക്ക് ഇരിക്കുന്ന പട്ടണമായിട്ട് സർദിസ് നിൽക്കുകയാണ്. നല്ല സർവ്വസമ്പന്നനായ ഒരു രാജാവും അവിടെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ സൈറസ് രാജാവുമായിട്ടൊരു യുദ്ധത്തിന് പോയിട്ട് യുദ്ധം പ്രഖ്യാപിച്ച്, അങ്ങനെ ഈ സൈറസ് രാജാവും ഇവരൊക്കെ ഭയങ്കരമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ രാജാവും കൂട്ടരും, അതായത് സൈറസ് എന്ന് പറഞ്ഞ രാജാവും കൂട്ടരും ആ പട്ടണത്തിൻ്റെ ആ പാറക്കെട്ടിൻ്റെ അടിയിൽ വന്ന് ഇവർ പാളയമടിച്ച് ഒരു യുദ്ധത്തിന് വന്നിരിക്കുക. യുദ്ധം നല്ല ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇവരവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പം ഈ സർദിസിലെ രാജാവിനറിയാം എന്താണെങ്കിലും അങ്ങോട്ട് വരാനുള്ള മെയിൻ സ്ഥലം എല്ലാം സുരക്ഷിതമാണ്. അതുകൊണ്ട് ഈ മേളിലോട്ട് ആരും വരാൻ പോകുന്നില്ല. അവർക്ക് അവിടെ മാത്രം നോക്കിയാൽ മതി. കാരണം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ചെയ്യേണ്ട കാര്യമില്ല. വലിയ അതിലൊന്നും ആർക്കും വരാൻ പറ്റത്തില്ല. വരാനുള്ള സ്ഥലത്തുള്ള സുരക്ഷയ്ക്കുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും മേളിലോട്ട് അവരാരും വരത്തില്ല. അപ്പം ഈ ശത്രു സൈന്യം വന്ന് ഇതിൻ്റെ താഴെ പാളയം അടിച്ചിരുന്നപ്പം ഈ ക്രീസസ് എന്ന് പറഞ്ഞ രാജാവ് ഈ സർദിസ് പട്ടണത്തിൻ്റെ മേളിൽ പുള്ളിയുടെ കൊട്ടാരവും അവിടെയൊക്കെ ആയിട്ട് പുള്ളി അങ്ങ് ഒരു അലസനായിട്ട്, ഇവിടെ ആരും വരാനാ, ഇങ്ങോട്ടൊന്നും ഒരു കുഴപ്പം വരത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ സേഫാന്നുള്ള രീതിയിൽ പുള്ളി ആ രീതിയിൽ അങ്ങനെ അങ്ങ് പോയി. താഴെ ഇവർ വന്നിങ്ങനെ പാളയം പഠിച്ചിരിക്കുക, ഞങ്ങൾക്ക് ഒരു കുഴപ്പം വരത്തില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പുള്ളി അവിടെ അങ്ങ് ഇരുന്നു. പക്ഷേ ഇതിൻ്റെ അടിയിൽ പാളയം അടിച്ചിരുന്ന സൈറസിൻ്റെ പടയാളികൾക്കകത്ത് ഒരു സൈനികൻ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു വിള്ളൽ കണ്ടുപിടിച്ച്, ആ വിള്ളൽ അതിൻ്റെ മണ്ട വരെ ചെല്ലുന്ന ഒരു വിള്ളലായിരുന്നു. അത് ഈ രാജാവിന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ പുള്ളി എന്നെ അടുത്തു കുറച്ച് സേനാനായകന്മാരോട് കൂട്ടി കുറച്ച് പടയാളികളെ കൂട്ടി ആ വിള്ളലിന് ഇടവഴി മേളിൽ ചെന്നിട്ട് ഈ രാജാവിൻ്റെ, ഈ ക്രീസസ് എന്ന് പറഞ്ഞ സർദീസിലെ രാജാവിൻ്റെ കൊട്ടാരവും പരിസരവും ഒക്കെ അവരാരും ഒരു രീതിയിലും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഒരു യുദ്ധത്തിന്. കാരണം താഴെയാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത്. മെയിനായിട്ടുള്ള കാര്യത്തിൽ അവർക്ക് വരാനുള്ള വഴി പൂർണ്ണമായിട്ട് അതിൽ അടച്ച് സേഫായിട്ട് വരണം. മേളിൽ ഇപ്പോൾ എങ്ങനെ ഇരുന്നാൽ തന്നെ അവർ യുദ്ധത്തിന് യാതൊരു ഒരു പ്രൊട്ടക്ഷനും എടുത്തിട്ടില്ല. വളരെ അലസമായിട്ട് ആ രാജാവ് ഇങ്ങനെ കെയർലെസ് ആയിട്ട് അവരങ്ങ് പോയി. കാരണം ഇവിടെ ആര് കയറി വരാനാന്നുള്ള ചിന്തയ്ക്ക് അവിടെ യുദ്ധത്തിൻ്റെതായോ പ്രതിരോധിക്കാനോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ക്രാക്ക് ഇതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നുള്ളത് അവരറിഞ്ഞില്ല. പക്ഷെ ഇവരത് കണ്ടുപിടിച്ച് അതിന് ഇടവഴി കയറി മേളി വന്നപ്പം ഈ രാജാവിനെ, ആ കൊട്ടാരത്തെയും ആ പരിസരം എല്ലാം ഇവർ പെട്ടെന്ന് അങ്ങ് പിടിച്ചെടുക്കുക. കാരണം അവരെ പ്രതിരോധിക്കാനൊന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ ഇവർ തോറ്റുപോയി. ആമേൻ. അപ്പം ഈ സർദീസിലെ ആൾക്കാർക്ക് ഇത് നല്ല വ്യക്തമായിട്ട് അറിയാം. കാരണം ഹല്ലേലൂയ, ഇത് പറയുമ്പോഴും അവർക്ക് മനസ്സിലാവും അവരുടെ രാജ്യത്തിൻ്റെ അതിൻ്റെ നേതാക്കന്മാർക്ക് വന്ന അലസത കൊണ്ട് വന്ന അബദ്ധം. ആമേൻ. അവരത് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാതെ അലസമായി ഇരുന്നത് കൊണ്ട് ആണ് അങ്ങനെ ഒരു പരാജയം അവർക്ക് വന്നത്. അപ്പോൾ ഇതിലേ കൂടി ഇങ്ങനെ ഒരു കള്ളം കയറി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവർ പ്രിപ്പയർഡ് അല്ലാതിരുന്നത് കാരണം ശത്രു സൈന്യം കയറി നുഴഞ്ഞു വന്നപ്പം അവർ പ്രതീക്ഷിച്ചില്ല, അവരറിഞ്ഞില്ല. അതുകൊണ്ട് ഈ ദൂത് വരുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, കള്ളനെ പോലെ നീ നനയ്ക്കാത്ത താഴികയിൽ വന്നാൽ
സ്തോത്രം. അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഹാലേലൂയ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താ? അതൊരു അലസ മനോഭാവത്തോടു കൂടി കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പോലും അറിയത്തില്ല. സ്തോത്രം. ഇത് എങ്ങനെയാണ് ശത്രു നുഴഞ്ഞ് കയറി വന്ന് നമ്മളെ തോൽപ്പിക്കുന്നതെന്ന്. ഹാലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ്, അത് പെർഫെക്റ്റ് ആയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ആ രീതിയിലാണോ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഹാലേലൂയ. അപ്പം ഇങ്ങനത്തെ ഒരു അലസ മനോഭാവം അല്ലെങ്കിൽ മനസ്സ് മടുക്കുന്ന ഒരവസ്ഥ അങ്ങനെ വരാൻ രണ്ട് കാരണങ്ങൾ നമുക്ക് വചനത്തിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഒന്ന്, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ. വേറൊന്ന്, ജീവിതത്തിലുണ്ടാകുന്ന വളരെ അനുഗ്രഹ സമ്പൂർണമായ ഒരവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോഴും ഇതുപോലെ ഒരു അലസമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കുമല്ല, പക്ഷേ ഇതൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു കാരണമായി തീരാറുണ്ട്. അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ലവോദിക്യ സഭയൻ. ഹാലേലൂയ. ഞാൻ സമ്പന്നൻ, എനിക്ക് യാതൊരു കുറവില്ല, എനിക്കൊരു മുട്ടുമില്ല, ഇനിയിപ്പോൾ പിന്നെ ഞാൻ ഫാസ്റ്റ് ചെയ്യേണ്ട, പ്രാർത്ഥിക്കേണ്ട, ആ ഒരു ഇത് വന്നപ്പോൾ എനിക്കെല്ലാമായി. ഇപ്പോൾ പക്ഷേ കർത്താവ് എവിടായി? കർത്താവ് ഔട്ടായി. അപ്പോൾ ഹൃദയത്തിലെ അവസ്ഥ എന്നായി? ചൂടുമല്ല തണുപ്പുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നുപോയി. ആമേൻ. ഇതേ സ്ഥാനത്ത് എബ്രായ വിശ്വാസികളുടെ കാര്യം നമ്മൾ എടുത്താൽ അവർ ഭയങ്കര പെർസിക്യൂഷനിലൂടെ പോവാണ്. അവർ ഭയങ്കരമായ ബുദ്ധിമുട്ട് കൂടി പോകുമ്പോഴാണ് അവർ പുറകോട്ട് പോകാൻ അവർ ചിന്തിക്കുന്നത്. ഓ, ഇതൊക്കെ മതി, ഇത് ഞങ്ങൾക്കിനി ഈ പെർസിക്യൂഷൻ വയ്യ. അവർ പ്രശ്നങ്ങൾ കാരണം അവർ ഇതെല്ലാം വിട്ടേച്ച് അവർ പഴയ പോലെ അങ്ങ് പോയേക്കാവുന്നുള്ളൊരു ടെൻഡൻസിയിലേക്ക് പോകുന്നൊരവസ്ഥ എബ്രാഹിം ലേഖനത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം വായിച്ച് കുഴഞ്ഞ കാലുകൾ അല്ലെ, തളർന്ന കൈകൾ, ഇതിനെയൊക്കെ ശക്തിപ്പെടുത്താൻ പറഞ്ഞു. കാരണം മുട്ടും കൈയും ഒക്കെ തളർന്നു പോയി അവരുടെ. ഹാലേലൂയ. അതിനെ ശക്തിപ്പെടുത്താൻ പറയാം. കാരണം ഇവർ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നപ്പം മനസ്സ് മടുത്ത് ആ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, എന്തുവായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്? എങ്ങനെയായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തുവാ? അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 5:11 വായിക്കാം. എബ്രായ ലേഖനം 5:11 ആർക്കെങ്കിലും വായിക്കാമോ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. അപ്പം അപ്പോസ്തലനായ പൗലോസിന് പലതും അവരോട് കർത്താവ് യേശുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ കേൾക്കാൻ മാന്യമായി പോയി. ആമേൻ. നമ്മൾ പലപ്പോഴും ഈ മെസ്സേജ് ഞാൻ കേട്ടിട്ടുള്ള, ആ മെസ്സേജ് എനിക്കറിയാവുന്ന, ഇതെനിക്ക് ഇനി ഞാൻ കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കേൾക്കാൻ മാന്യം വരുന്ന ഒരവസ്ഥ. ആമേൻ. അല്ലെങ്കിൽ ബൈബിൾ വായിച്ചാൽ ഇത് പല പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. ഓ, ഇത് തന്നെയാണോ കർത്താവ് പിന്നെ പറയുന്നത്? പിന്നെ നമുക്ക് അതിന് അപ്പുറത്തോട്ട് പോകാൻ യാതൊരു താല്പര്യവുമില്ല. ആമേൻ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നാലോ, എനിക്ക് ആ പുള്ളിയുടെ മെസ്സേജ് കേൾക്കണം, എനിക്ക് അവരുടെ കേൾക്കണം, താല്പര്യമില്ല. അതാണ് ചുരുക്കി പറഞ്ഞത്. ആ പുള്ളിയുടെ കുഴപ്പമല്ല, മെസ്സേജിൻ്റെ കുഴപ്പമല്ല, താല്പര്യമില്ല. ആമേൻ. ചർച്ചിൽ വരുന്നുണ്ടായിരിക്കും, മെസ്സേജ് കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കേൾക്കേണ്ടതുപോലെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കേൾക്കാനുള്ള താല്പര്യം ഹൃദയത്തിലില്ല. അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ മാത്രം നമുക്ക് കേൾക്കാൻ ഇഷ്ടം. ആമേൻ. ഹാലേൽ. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുടെ പ്ലാൻ പോലെ പോകുന്ന മെസ്സേജുകളാണെങ്കിൽ നോ പ്രോബ്ലം, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഇവരോട് പറയുന്നത് യേശുപ്പച്ചനെ കുറിച്ച് മൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം ഇങ്ങനെ പല കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് അവിടെ നിർത്തിയിട്ട് പറയും, പലതും പറയാനുണ്ട്, പക്ഷെ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥ എന്തുവായി? മാന്യമായി. ദേ ബിക്കേം ഡൾ ഇൻ ഹിയറിങ്. ആമേൻ. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ആറ്റിറ്റ്യൂഡോടെയാണ് കേൾക്കുന്നത്? നമ്മൾ ഡള്ളാണോ? അത് നമ്മൾ കേട്ട് എനിക്കിതെല്ലാം അറിയാം, ഞാനിത് നേരത്തെ കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോഴാണല്ലോ ഈ ഭാഗമാണോ, ഇതാണോ, ഇത് ഇത്രയേ ഉള്ളോ? ഹാലേലൂയ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ വചനം വായിക്കുന്നത്. നമ്മൾ വായിക്കണമല്ലോ എന്നോർത്ത് വായിക്കുവാണോ? ആമേൻ. സ്തോത്രം. അപ്പം അതൊരു കുഴപ്പമാണ്. അപ്പം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹിയറിങ്. ആമേൻ. കേൾക്കുന്നത് നല്ലതാണ്, കേൾക്കുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. പക്ഷേ എങ്ങനെയാണ് കേൾക്കുന്നത്? താല്പര്യത്തോടെയാണോ? വീണ്ടും അറിയണമെന്നാണോ? കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് ഇനിയും വേണം, ആ ഒരു ഡിസൈറോടുകൂടിയാണോ നമ്മൾ കേൾക്കുന്നത്? അതോ മന്ദതയുള്ള ഒരു ചെവിയും കണ്ടാണോ ഇരിക്കുന്നത്? ആമേൻ. സോ ഡൾ ഇൻ ഹിയറിങ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ മന്ദതയുള്ളവരായിട്ട് മാറുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഹാലേലൂയ. കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. അടുത്തത് നമ്മൾക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 6:12
10, 11, 12 ഞാൻ വായിക്കാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയിലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ആമേൻ, സ്തോത്രം. അപ്പം ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ദൈവമക്കളെ സഹായിക്കും. പല കാര്യങ്ങളിലും നല്ല ശുഷ്കാന്തിയോട് നിന്നവർ പിന്നീട് സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കാരണം എന്തുപറ്റി? മന്ദതയുണ്ടായി. ഹാലേലൂയ. വിശ്വാസത്താലും ദീർഘക്ഷമയാലും ഇരിക്കാതെ ഹാലേലൂയ എന്തു പറ്റിപ്പോയി? സ്തോത്രം. ആമേൻ. ഒരുപോലത്തെയുള്ള ഉത്സാഹം അവസാനം വരെ കാണിക്കണം. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു പോസ് ഇട്ടിരിക്കുക. ആമേൻ. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി കളയരുത്. ഹാലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതേ ഉത്സാഹത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. നമ്മൾ പറയുന്നത് കൊണ്ട് സിസ്റ്റർ അങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉന്തണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തള്ളണം എന്നാലേ ഉള്ളൂ. ആമേൻ. അല്ലെങ്കിൽ പണ്ട് കൊടുത്തോണ്ടിരുന്നു, ഇപ്പം കൊടുക്കാൻ വലിയ താല്പര്യമില്ല. ഇപ്പം ആരെയും വിളിക്കാൻ താല്പര്യമില്ല. ഇപ്പം ഇതൊന്നും ചെയ്യാനൊരു താല്പര്യമില്ല. പണ്ട് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഇപ്പം എന്നാ ചെയ്യുന്നത്? എവിടെ ചെന്നാലും അവർ അതും പറയും. അവിടെ ചെന്നാൽ അടിക്കുമെന്ന് പറയുന്നു, ഇവിടെ ചെന്നാൽ ഇടിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ ചെയ്തിട്ട് എന്നാ കാര്യം? ഈ സുവിശേഷത്തിന് ഇറങ്ങി തിരിച്ചിട്ട് എൻ്റെ പൊന്നോ, ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുക, ഇനി മതി, ഇനി കൊടുപ്പും നിർത്തി, സഹായം നിർത്തി, എല്ലാം നിർത്തി. ആമേൻ. ഹല്ലേലൂയ. കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ഈ പ്രശ്നം മാറുന്നുമില്ല, ഇത് തന്നെയാണ് കളി. ആമേൻ എന്നും പറഞ്ഞു മടുത്തു പോകരുത് നമ്മളെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നോ, വിശുദ്ധന്മാരെ സഹായിച്ച് ശുശ്രൂഷിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് പോസിട്ടാൽ നിൻ്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായ കർത്താവ് കാണുന്നു. കാരണം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് ഉത്സാഹത്തോടെയല്ല. അതേ ഉത്സാഹം ഇല്ല. അതേ ഉത്സാഹം ഇല്ലെങ്കിൽ കർത്താവ് കാണുന്നത് എങ്ങനെയാണ്? തളർന്ന കൈയായിട്ടാണ്. ആമേൻ. തളർന്ന കൈ. കാരണം പണ്ട് നല്ല ഉത്സാഹത്തോട് ചെയ്തിരുന്ന കൈ ഇന്ന് തളർന്നിരിക്കുക. പണ്ട് നല്ല കാര്യമായിട്ട് കൈ കൊട്ടിക്കെട്ടിരുന്ന കൈ, സ്തോത്രം, അതിന്ന് തളർന്നിരിക്കുക. അതിങ്ങനെ വല്ലാതെ ഇങ്ങനെ അടിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു പവറില്ല. ആമേൻ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരരുത്. അപ്പം മന്ദത ഉണ്ടാകാതെ അവസാനത്തോളം ഉത്സാഹത്തോടെ മുന്നോട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് വരുന്ന വേറൊരു ഏരിയയാണ് ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥനയിൽ. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പ്രാർത്ഥനയിൽ നമ്മൾക്ക് മടുപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനകത്ത് മടുപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തി കർത്താവ് നോക്കുമ്പോൾ പൂർണ്ണതയുള്ളതല്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം, പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ കർത്താവെ നീ എല്ലാം അറിയുന്നു, മാത്തിന് നാ മലക്കുന്നു എന്നുള്ള പ്രാർത്ഥനയല്ല. ആമേൻ. ആ പ്രാർത്ഥന പോയി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം മടുത്തു പോകുന്ന ഒരു തലമുണ്ട്. അങ്ങനെ മടുത്ത് പ്രാർത്ഥിക്കുവാണോ? അങ്ങനെയാണെങ്കിൽ സ്തോത്രം, എരിവോടെ സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉച്ചിരിക്കുക. സ്തോത്രം, അത് ദൈവസന്നിധിയിൽ കർത്താവിന് അക്സെപ്റ്റബിളാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതുപോലെ തന്നെ നമ്മുടെ നടപ്പിൽ നമുക്ക് ക്ഷീണിക്കാം. നമുക്ക് പ്രോവബ്സ് 14:14 വായിക്കാം. സദൃശവാക്യങ്ങൾ 14:14. ആരെങ്കിലും വായിക്കുമോ? പ്രോവബ്സ് 14:14. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. ആമേൻ. അപ്പം ഹൃദയത്തിൽ വിശ്വാസത്യാഗം ഉള്ളവർക്ക് എന്ത് പറ്റും? അവരുടെ നടപ്പിനകത്ത് മടുപ്പ് വരും. ആമേൻ. അല്ലെങ്കിൽ അത് വെളിയിലല്ല അകത്ത് മടുപ്പ്. അപ്പം പുറത്തെപ്പോഴും കാണണമെന്നില്ല. ഇവൻ പ്രാർത്ഥനയിൽ മടുത്താ പ്രാർത്ഥിക്കുന്നുള്ളത് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അത് കാണണമെന്നില്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ അകത്ത് മടുപ്പുണ്ടെങ്കിൽ പുറത്തെ നടപ്പിലൂടെ അത് കാണാൻ പറ്റും. ആമേൻ, സ്തോത്രം. അപ്പം അകമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹിതപ്രകാരമാണോ എൻ്റെ നടപ്പ്? ആ നടപ്പിനെ ബാധിക്കാൻ ഒരു കാരണം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മടുപ്പാണ്. അപ്പോൾ ഹൃദയത്തിൽ മടുപ്പുണ്ടെങ്കിൽ അത് നടപ്പിൽ കാണാൻ പറ്റും. ആ ഒരവസ്ഥ വരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷ് പറയുന്ന ഹൃദയത്തിൽ ബാക്ക് സ്ലൈഡ് ചെയ്യുന്ന, ഹൃദയത്തിലെ ബാക്ക് സ്ലൈഡിങ്. ഹല്ലേലൂയ. ചർച്ചയിൽ നിന്ന് പോകുന്നില്ല, കൂട്ടായ്മയിൽ നിന്ന് മാറുന്നില്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഹൃദയം കൊണ്ട് ഒരു പുറകോട്ടൊരല്പം മാറി നിൽക്കുവാണെങ്കിൽ അത് നമ്മുടെ നടപ്പിനെ
തീർച്ചയായിട്ടും അത് ബാധിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് പകരം അവിടെയും ഈ പലവിധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിമിത്തം കുറഞ്ഞു പോകാം. ആമേൻ, സ്തോത്രം. അപ്പം ഇത് ചില എക്സാമ്പിൾസ് മാത്രം നമ്മൾ കണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ കർത്താവ് നമ്മളെ നോക്കുമ്പം നമ്മുടെ കൈ തളർന്നിരിക്കുവാണോ, നമ്മുടെ മുട്ട എങ്ങനെയായിരിക്കുന്നത്, അത് ഫീബിളായിട്ടിരിക്കുവാണോ, ആമേൻ, ഓൾറെഡി ലെയിമായിട്ടിരിക്കുവാ, എന്നിട്ട് പറയുന്നത് ആ വഴികൾ നേരെയാക്കി, ഇല്ലെങ്കിൽ എന്നാ പറ്റും, ഓൾറെഡിയും ഇങ്ങനെ മുടന്തിയിരിക്കുന്നത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകും, ഡിസ്ലൊക്കേഷനായി പോകും. പിന്നെ നടക്കാൻ പറ്റുമോ? മുടന്താണ് എങ്ങനെയെങ്കിലുമൊക്കെ പോകും, പക്ഷെ ആ മുടന്ന് ഡിസ്ലൊക്കേറ്റ് ആയി പോയാൽ പിന്നെ പോയി. ആമേൻ. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ശക്തിപ്പെടുക. ആമേൻ, ഹല്ലേലൂയ. ചാവാറായ ശേഷിപ്പുകളെ എന്താ ശേഷിക്കുന്നത്, അതിനെ നമ്മൾ ശക്തീകരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതായി കേൾക്കുക. നമ്മളിപ്പോൾ വചനം കേൾക്കുവാണെങ്കിലും നമ്മൾ മന്ദതയോടെയാണോ നമ്മൾ കേൾക്കുന്നത്? ആർ യു ഡൾ ഇൻ ഹിയറിങ്? ഇതാണോ ഈ സിസ്റ്റർ പറയുന്നത്? ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. ഹല്ലേലൂയ. അറിയാവുന്നതായിരിക്കാം, പക്ഷേ നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാകട്ടെ, മറ്റു മെസ്സേജുകൾ കേൾക്കുമ്പോഴാകട്ടെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് നോക്കാം, കർത്താവേ, ഞാൻ ഈ മാന്യമുള്ളൊരു ചെവി കൊണ്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അലസതയോടുകൂടിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പം നീ എന്നെ സഹായിക്കണേ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവവചന കേൾവിയാവട്ടെ, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതായിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കുന്നതായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ക്ഷീണം വരാം. ആമേൻ. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന് എന്ത് ചെയ്തു? മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. തൻ്റെ ശരീരത്തിൻ്റെ നിർജീവ അവസ്ഥ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ അബ്രഹാം ക്ഷീണിച്ചില്ല. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണം ഉണ്ടാകാം. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ആ കാര്യം പറഞ്ഞിട്ട് കർത്താവ് അതേ ഭാഗത്ത് പിന്നെ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആമേൻ. അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ കർത്താവ് വരാറാകുമ്പോൾ? അപ്പോൾ നമ്മൾ വിശ്വാസത എങ്ങനത്തെയാ? അത് ക്ഷീണിച്ചിരിക്കുവാണോ? ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അത് ക്ഷീണമുള്ള വിശ്വാസമാണ് അവ സ്തുതിക്കാൻ പറ്റത്തില്ല. ക്ഷീണമുള്ള വിശ്വാസം നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ. നിർജീവ അവസ്ഥകൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അതായിരിക്കും നമുക്ക് ഏറ്റവും വലുത്. ആമേൻ. പക്ഷെ അബ്രഹാമിൻ്റെ വിശ്വാസം ക്ഷീണിക്കാഞ്ഞ കാരണം ഈ കണ്ണുകൊണ്ട് കണ്ടത് സാറയുടെയും തൻ്റെയും നിർജീവ അവസ്ഥയാണ്. പക്ഷേ വിശ്വാസം അകത്ത് ക്ഷീണിക്കാതെ നിന്നതുകൊണ്ട് പുറത്ത് കണ്ടതിനെ ഹല്ലേലൂയ, സ്തോത്രം, അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പം ദൈവത്തിൻ്റെ മഹത്വം കണ്ടോ ഇല്ലേ അവർ? ആമേൻ, സ്തോത്രം. അതൊരു പൂർണ്ണതയുള്ളൊരു കാര്യമായിരുന്നു. ആമേൻ. അപ്പം നിൻ്റെ പ്രവൃത്തി കർത്താവ് നോക്കുമ്പോൾ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. എന്തുകൊണ്ടായി? കേൾക്കാനുള്ള മന്നിപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രവൃത്തികൾ ചെയ്യുമ്പോഴുള്ളൊരു അതിലുള്ളൊരു മന്നിപ്പ്. ഹല്ലേലൂയ. സ്റ്റക്കായിട്ട് നിൽക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മടുപ്പ. വിശ്വാസമുണ്ട്, പക്ഷെ ക്ഷീണമുള്ള വിശ്വാസം. ആമേൻ. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഹൃദയത്തിൽ മടുപ്പ് വരാതെ, വിശ്വാസത്യാഗം വരാതെ മുന്നോട്ട് പോയി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ അത് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഇതിനുള്ള റെമഡി തന്നെ, സ്തോത്രം. എബ്രായ വിശ്വാസികൾക്ക് വന്ന കാര്യം, അവരുടെ ജീവിതത്തിൽ വന്ന പെർസിക്യൂഷൻ ആയിരുന്നു. അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി. ഈ സെയിം കാരണം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾക്ക് കർത്താവ് മോശനെ അവിടേക്ക് പറഞ്ഞു വിടുന്നു, ഫറവോൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത്, ഫറവോനൊക്കെ മനസ്സിലായി, ഇവർക്ക് വെമ്മാർക്ക് പണിയെടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നാ ചെയ്തു? അവരുടെ വേല അങ്ങ് വർദ്ധിപ്പിച്ചു. ആമേൻ. വൈക്കോല് കൊടുത്തില്ല. എന്നിട്ട് അവരോട് ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു കുറയാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊവിഷൻ കൊടുക്കാതെ അവർക്ക് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? ഇല്ല. അവരങ്ങനെ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തി. അവസാനം ഈ പ്രയാസം കാരണം, അടിമവേല കാരണം ഇവരുടെ പ്രമാണികളെ അവരടിക്കുന്നു. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളെല്ലാം ആക്കി കഴിഞ്ഞു. മോശയും അഹ്റോനും ഒക്കെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അവരുടെ പണി അങ്ങ് കൂട്ടി കൊടുത്തപ്പോൾ പിന്നെ മോശ എന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ എന്തിനാ എന്നെ അയച്ചത്? ഇവരും പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെയാണ് പറവോ ഞാൻ പറയുന്നത് കേൾക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കർത്താവരോട് പറഞ്ഞു, ഇല്ല ഞാനിവരെ വിടുവിക്കും, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നില്ല. കർത്താവ് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മോശ ഇത് ജനത്തോട് പറഞ്ഞപ്പോൾ മോശയുടെ ഈ വാക്കൊന്നും ജനം കേട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്ന അവരുടെ അടിമ വേല കാരണം, അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ കാരണം. ഈ മോശയ്ക്ക് ഒന്നും പറയണ്ട, ഞങ്ങളെ ഇവരിട്ട് അടിക്കുന്നു, ഞങ്ങളെ നാറ്റിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. ഇനി പറഞ്ഞ അവർ മന്ദതയുള്ളവരായിപ്പോയി. എന്തുകൊണ്ടാണ്? അവരുടെ ആ വിഷമം കാരണം. അവർക്ക് കേൾക്കണ്ട, കാരണം അവർ അത്രയ്ക്കും പ്രയാസത്തിലായിപ്പോയി.
ആമേൻ. അപ്പം ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ അവസ്ഥകൾ വരുമ്പോൾ അത് നമ്മളെ മന്ദിപ്പിലോട്ട് നടത്തും. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് മന്ദിക്കാനുള്ളവരല്ല. സ്തോത്രം. അതിനെ നമ്മൾ കുടഞ്ഞു കളയുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിടുവിക്കാനായിട്ട് തന്നെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ ഈ പല പരിപാടികൾ ഇവിടുന്ന് വന്നാലും നമ്മളൊരു കാര്യം ഓർത്തണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ എന്നോട് പറഞ്ഞ കാര്യം നിവർത്തീകരിക്കും. ഇങ്ങനെയൊക്കെ വന്നാലും ഹല്ലേലൂയ, എൻ്റെ ദൈവം പറയുന്ന വാക്ക് ഞാൻ കേൾക്കും. അപ്പാ എന്നോടുള്ളത് ഇനിയും സംസാരിക്കണമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അപ്പാ നീ എന്നോട് ഇനി ഇടപെടണം. നമുക്ക് പ്രശ്നങ്ങൾ കൂടി നമ്മളിങ്ങനെ പിന്നെ ഞെരുക്കി നമുക്ക് കർത്താവ് പറയുന്നത് ഒന്നും കേൾക്കണ്ട, അല്ലെ ഇനി മതി നമ്മൾ ഒരവസ്ഥയിലേക്ക് വന്നാലും അവിടെ നമ്മൾ നിന്നു കൊടുക്കാനുള്ളവരല്ല. ആമേൻ. അവിടെ നിന്നു കൊടുക്കാനുള്ളവരല്ല. എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അപ്പച്ച നടത്തി തരുമെന്നുള്ള വിശ്വാസങ്ങൾ മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് കേൾപ്പാൻ മന്ദതയുള്ളവരാകാതെ, സൽപ്രവർത്തികൾക്ക് മന്ദതയുള്ളവരാകാതെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, നടപ്പിൽ മടുപ്പ് വരാതെ, പ്രാർത്ഥനയിൽ മടുപ്പ് വരാതെ നമുക്ക് മുന്നോട്ട് പോകുക. ഏത് കാര്യം ചെയ്താലും ദൈവം അത് ചെയ്യാൻ ഒരു കാര്യം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് മുമ്പ് ഇതിനകത്തുള്ളൊരു റെമഡി നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 12 എബ്രായ ലേഖനം 12 അതിൻ്റെ 1, 2, 3 നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം യേശോപ്പച്ചൻ എങ്ങനെയാണ് ഇതിനെല്ലാം ഓവർകം ചെയ്ത്. ഞാൻ വായിക്കാവേ. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇത് നമ്മൾ വിട്ടിട്ട് ഓടാൻ പറഞ്ഞു. അപ്പോൾ ഇത് വിട്ടിട്ട് എങ്ങോട്ടാ പോണേ? ആരെയാ നോക്കുന്നത് ഇത് വിടാൻ? ഇത് വിടണമെങ്കിൽ നോക്കേണ്ട ഒരാളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരാളെ നോക്കിയാലേ ഇതൊക്കെ വിട്ട് കളയാൻ പറ്റത്തുള്ളൂ. ആമേൻ. അല്ല, അവളോട് പറഞ്ഞിരിക്കുന്നത് എന്നാ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. അപ്പോൾ യേശുവിനെ നോക്കുമ്പോൾ എന്നാ കാണണ്ടേ? അവിടെ എഴുതിയിരിക്കാൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുക, ലുക്കിംഗ് അൺ ടു ജീസസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത് who for the joy that was set before him endured the cross. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഒരു ജോയ് വെച്ചിട്ടുണ്ടായിരുന്നു. ആമേൻ. കർത്താവിൻ്റെ മുമ്പിൽ ഒരു ജോയ് ഉണ്ടായിരുന്നു. അപ്പോൾ യേശുപ്പച്ചൻ ഈ ക്രൂശ് സഹിച്ചപ്പം കർത്താവ് കണ്ടത് ക്രൂശല്ല, കർത്താവ് കണ്ടത് ഇത് കഴിഞ്ഞിട്ടുള്ള ജോയിനെയാണ് കർത്താവ് നോക്കിയത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മളെ ഇങ്ങനെ ക്രൂശെ കിടത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ ലിറ്ററായിട്ട് ക്രൂശെ കിടത്തിയെന്നല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ പലവിധമായ വിഷയങ്ങൾ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുപ്പച്ചനെ നോക്കാൻ പറഞ്ഞിരിക്കും. യേശുപ്പച്ചനെ നോക്കുമ്പോൾ എന്നാ നോക്കണ്ടേ? കർത്താവ് എങ്ങനെ ഇത് സഹിച്ചു. ആമേൻ. കർത്താവ് എങ്ങനെ ഇത് സഹിച്ചു. ഇതിൽ കൂടി പോയപ്പോൾ നമുക്കറിയാം വചനത്തിൽ കർത്താവ് എൻ്റെ ഹൃദയം, പത്രോസും യാക്കോബും യോഹന്നാനോട് പറഞ്ഞു, എൻ്റെ ഉള്ള അതിദുഃഖിതമായിരിക്കുന്നു പറഞ്ഞു. നല്ല ആൾക്കാരോട് പറഞ്ഞു, ഉറക്കം തൂങ്ങി ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു എൻ്റെ ഉള്ള അതിദുഃഖിതമായിരിക്കുന്നു. ഇവർക്ക് വല്ല മനസ്സിലാവും, കൂടെ വലിയ കാര്യത്തിൽ വിളിച്ചുകൊണ്ടൊക്കെ പോയതാണ്. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരുറങ്ങി എന്നും പറഞ്ഞാൽ ഇവരും ഉറങ്ങി. എനിക്കാരും സപ്പോർട്ടില്ല, എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടോ എന്നൊന്നും അന്നേരം ഒന്നും കർത്താവ് പറഞ്ഞില്ല. ആമേൻ. കർത്താവ് എന്നാ ചെയ്തേ? ഉടനെ തന്നെ ഞാൻ മടുത്തിനി എനിക്ക് പ്രാർത്ഥിക്കുകയും വേണ്ട, അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. ഇവരോ കേൾക്കുന്നില്ല. എനിക്കൊരു പിതാവുണ്ട്. കർത്താവ് പോയി പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചില്ല. പ്രാർത്ഥിച്ച് കർത്താവ് ബലപ്പെട്ട് പ്രാർത്ഥന നിർത്തിയില്ല. ആമേൻ. ഇനി വീണ്ടും നമുക്ക് ചിന്തിക്കാം. ആ മഹാപുരോഹിതൻ്റെ ദാസൻ വന്ന മാൽക്കസ് വന്നപ്പോഴത്തേക്കിന് എന്നെ പറ്റിയ പത്രോസ് കാത് അറുത്ത് കളഞ്ഞൊരു കാത്. അന്നേരം കർത്താവ് ഇനിയിപ്പോൾ ഇവരെയൊക്കെ സൗഖ്യമാക്കിയിട്ട് എന്നെ എടുക്കാൻ എന്നാണല്ലോ ഞാൻ വരയ്ക്കാൻ. ഇനി പാതി ഇനി സൗഖ്യമാക്കലും ഒക്കെ നിർത്തി. ഇനി ഒന്നും ചെയ്യുന്നില്ല, ആർക്കും ഒരു അത്ഭുതവും ചെയ്യുന്നില്ല, എല്ലാം നിർത്തി. എൻ്റെ ചെവിയെങ്കിൽ പോട്ടെ, എൻ്റെ ശരീരം മുഴുവൻ തകരാൻ പോവാ, എന്നാന്ന് കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ നിർത്തിയോ? ഇല്ല. അത്രയ്ക്കും പ്രശ്നത്തിൻ്റെ പ്രഷറിൻ്റെ മധ്യത്തിലും കർത്താവ് സൗഖ്യമാക്കിയ ആ ദാസനെ സൗഖ്യമാക്കി. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്നാ? ഈ യേശുവചനെ നോക്കാൻ. അമ്മേ, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിക്കാൻ ആരാ നോക്കണം? യേശുവചനെ നോക്കാം. അപ്പോൾ യേശുവചൻ എന്നാ ചെയ്തേ? ഇതെല്ലാം വന്നപ്പോഴും ഇവിടെ എല്ലാം നിർത്തി മടുത്ത്
നിർത്തിക്കായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ കർത്താവ് നിർത്തിയില്ല, പ്രാർത്ഥനയിൽ മടുപ്പ് വന്നില്ല. പിന്നെയും പോയി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി ശക്തിപ്പെടുത്തി. ആമേൻ. കർത്താവ് ആ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ഹല്ലേലൂയ. അവിടെയും ഒന്നും നിർത്തിയില്ല, കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ക്രൂശ കയറ്റി കഴിഞ്ഞപ്പോഴോ കർത്താവിൻ്റെ ഫോക്കസ് മുഴുവനും കയറ്റുന്ന ആണിയും അടിക്കുന്ന അടിയും പിന്നെ കളിയാക്കുന്ന പരിഹാസ വാക്കുകളോ എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, ഇതൊന്നും അല്ലായിരുന്നു യേശുവിൻ്റെ ഫോക്കസ്. കർത്താവിൻ്റെ ഫോക്കസ് മുഴുവനും ഹല്ലേലൂയ. ഓ, എൻ്റെ മോള് രാജി, എൻ്റെ മോള് സാറാമ്മ, എൻ്റെ മോള് മിനി, എൻ്റെ മോള് ജോളി, എൻ്റെ മോള് മീനായി പറയുന്ന എല്ലാവരും ഹല്ലേലൂയ അവരുടെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഓർത്തപ്പോൾ അതാണ് കർത്താവിൻ്റെ സന്തോഷം. ആമേൻ. ഹല്ലേലൂയ. നഗ്നനായിട്ട് ക്രൂശ കിടന്നപ്പോഴും എനിക്ക് തോന്നുന്നില്ല ആണിയാണ് കർത്താവിനെ അവിടെ താങ്ങി നിർത്തിയത്. കർത്താവിന് നമ്മളോടുള്ള സ്നേഹമാണ് കർത്താവിനെ ആ ക്രൂശ തന്നെ നിർത്തിയത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അത് മുഴുവനും താങ്ങി ഇങ്ങനെ നാണം കെട്ട് ഇങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവ് കാണുന്ന ഹല്ലേലൂയ കർത്താവിൻ്റെ ഫോക്കസ് മുഴുവനും ഐസയ പ്രവചനം 53 പറയുന്ന പോലെ ഹല്ലേലൂയ, ആൻഡ് ദ ഗ്ലോറീസ് ദാറ്റ് വിൽ ഫോളോ ആഫ്റ്റർ ദ സഫറിങ്. കർത്താവിൻ്റെ കഷ്ടങ്ങൾക്ക് ശേഷം വരുന്ന ദൈവത്തിൻ്റെ തേജസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുപ്പച്ചനെ നോക്കാൻ. യേശുപ്പച്ചൻ എന്നാ ചെയ്തേ? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ക്രൂശിൻ്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, ഹല്ലേലൂയ ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥനയെ നിർത്തിയില്ല, തൻ്റെ ദൗത്യങ്ങളും നിർത്തിയില്ല. ക്രൂശ് ഏറ്റെടുത്തപ്പോഴും കർത്താവ് ക്രൂശും വേദനയും നോക്കാതെ കർത്താവ് തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് എന്നാ പറ്റി? അപമാനം അങ്ങ് അലക്ഷ്യമാക്കി കളഞ്ഞു. ആമേൻ. അപമാനം അലക്ഷ്യമാക്കി ആരെന്നെ വെള്ളം പറഞ്ഞോട്ടെ, സാരയില്ല. എൻ്റെ മക്കളെ തേജസ്സിലേക്ക് നടത്തുന്ന കാര്യം തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യമോർത്ത് അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. നമുക്കത് പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെയാണോ നമ്മൾ വലിയൊരു വിഷയമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്? അതോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മളിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം, അതാണോ നമ്മൾ കാണുന്നത്? യേശുപ്പച്ചൻ അത് ചെയ്തതുകൊണ്ടാണ് കർത്താവിനത് എൻഡ്യൂർ ചെയ്യാൻ പറ്റിയത്. ആമേൻ. എബ്രായ വിശ്വാസികൾക്ക് അത് പറ്റിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ യേശുവിനെ നോക്ക്. നിങ്ങൾ നിങ്ങളുടെ ഈ കഷ്ടങ്ങളെ നോക്കാതെ യേശുവിനെ നോക്കുക. അവനെങ്ങനെ ക്രൂശ് സഹിച്ചു തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ കർത്താവ് ഓർത്ത്, അത് കാരണം അത് ഓവർകം ചെയ്യാൻ പറ്റി. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മളും ചെയ്യേണ്ട ഒരു കാര്യം എന്നാ? നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഇനി നമുക്ക് വരാൻ പോകുന്ന ആ ഗ്ലോറി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ഈ ഒരു ഫേസ് കഴിയുമ്പം കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇത് കഴിയുമ്പോൾ ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദിസ് വിൽ ടേൺ ഔട്ട് ഫോർ മൈ ജോയ് ആൻഡ് ഫോർ ഗോഡ്സ് ഗ്ലോറി എന്ന് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടും. ഞാൻ ഇതിലൊരു സന്തോഷം ഉണ്ട് ഇത് കഴിയുമ്പോൾ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മൾ മടുത്തു പോകത്തില്ല, നമുക്കൊരു അലസത വരത്തില്ല, നമുക്ക് മന്ദിപ്പുണ്ടാവുകയില്ല. ആമേൻ. സ്തോത്രം. നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ക്രൂശിനെ സഹിക്കുകയും എന്നിട്ട് എന്നാ പറ്റിയ? ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എന്തായാലും നഷ്ടം വന്നോ? ഹല്ലേലൂയ. സപ്പോർട്ട് ചെയ്യേണ്ടവരൊക്കെ ഉറങ്ങി. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ഇവിടെ ഒന്നും നിർത്തിയില്ല. അവസാനം ദൈവത്തിൻ്റെ ഹിതം നടന്നു. എവിടെ പോയിരുന്നു? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ ഓഫർ ചില്ലറയല്ല. ഇവിടെ നിന്നൊക്കെ നമ്മളെ തട്ടി മാറ്റിക്കാനാണ് നമുക്ക് ഈ പറയപ്പെട്ട സംഭവങ്ങളും ഈ ഫീലിങ്സും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിനെല്ലാം അലക്ഷ്യമാക്കി കളഞ്ഞേക്കണം, വലിയ കാര്യമാക്കി എടുക്കരുതെന്ന്. ആമേൻ. കർത്താവ് ഇങ്ങനെ നഗ്നനായി കിടക്കുക, അതെല്ലാം കർത്താവ് അലക്ഷ്യമാക്കി. ഇതൊന്നുമല്ല വിഷയമല്ല, ഇനി ഞാൻ ഇരിക്കാൻ പോകുന്ന സ്ഥലം എൻ്റെ മക്കളുമായിട്ടിരിക്കുന്നു, ഇതാ ദൈവത്തിൻ്റെ കൂടെ. ഓ, സ്തോത്രം. നമ്മളും കർത്താവ് മുഖാമുഖമായി കാണും. ഇതൊക്കെ കർത്താവിന് ഓർത്തപ്പം, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തപ്പം. ഹല്ലേലൂയ. അതൊക്കെ അങ്ങ് കർത്താവ് ഇവർ ചെയ്യുന്ന എന്നാന്ന് ഇവരൊക്കെ അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണേ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങളും കർത്താവ് ഈ വേദനയുടെ മധ്യ യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ, ആമേൻ, മേരിയോട് പറഞ്ഞു ഇതാ നിൻ്റെ മോൻ. ഇതൊന്നും കർത്താവിന് ഒരിതായി മാറിയില്ല. കാരണം യേശുവിന് അറിയാം യേശുവിന് എന്നാ ചെയ്യാൻ പോകുന്നത്. ആമേൻ. നമുക്കറിയാമോ യേശുവിന് എന്താ ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ഇത് നമ്മളെ ഇങ്ങനെ ആക്കാൻ നോക്കും, നമ്മൾ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. എൻ്റെ അപ്പച്ചൻ എനിക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എനിക്കറിയാം, അവൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം, അതാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പോകുന്ന അവസരങ്ങളിൽ ഞാൻ അലക്ഷ്യമാക്കി കളയും. ഇതെനിക്കുന്നൊരു കാര്യമല്ല, കാരണം എൻ്റെ കർത്താവ് വിശ്വസ്തന്, അവനത് ചെയ്യും.
അങ്ങനെ നമ്മൾ കണ്ടോട്ട് വേണം പോവാൻ. അങ്ങനെയാണ് നമുക്ക് മടുപ്പ് വരുത്തരുത്. ഇതിന് താഴോട്ട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവൻ. നമ്മൾ ആരെയാ ധ്യാനിക്കുന്നത്? നമുക്ക് വിഷയങ്ങൾ വരുമ്പം നമ്മുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവരെയാണോ, നമ്മുടെ കൂടെ നിൽക്കുന്നത് കുഴപ്പമൊന്നും ഇല്ലാത്തവരെയാണോ, നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഹല്ലേലൂയ. ഇംഗ്ലീഷിലാണ് എൻ്റെ രസം. ഫോർ കൺസിഡർ ഹിം ഹു എൻഡുവേർഡ് സച്ച് ഹോസ്റ്റിലിറ്റി ഫ്രം സിന്നേഴ്സ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻ്റെ കർത്താവ്, അവർ ഞാൻ പോയ പോലെ തന്നെ പ്രശ്നം അവർക്കും, ഞാനിപ്പോൾ ആയിരിക്കുന്ന സെയിം അവസ്ഥ അവർക്ക്. പക്ഷെ അവർക്ക് വിടുതലായി എൻ്റെ അവസ്ഥ കണ്ടു. എനിക്ക് മാറ്റം വന്നിട്ടില്ല. നമ്മൾ അവരെ കൺസിഡർ ചെയ്യാൻ പോയാൽ, ഇവരെ കൺസിഡർ ചെയ്യാൻ പോയാൽ കാര്യം കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരാളെയാണ് യേശുവിനെ കൺസിഡർ ചെയ്യുക. ആമേൻ. നമ്മൾ കർത്താവെ നീ എത്രമാത്രം അവരെ അനുഗ്രഹിച്ച്, അവർക്ക് എന്തുമാത്രം രീതിയിൽ അവരെ അനുഗ്രഹിച്ച്, അവരുടെ വീട്ടിൽ എന്ത് സമാധാനം, എന്ത് സന്തോഷം എൻ്റെ വീട്ടിൽ കണ്ടു. അവരെ നോക്കിയാൽ, ഇവരെ നോക്കിയാൽ ആസാവ് പറഞ്ഞ പോലെ ഇരിക്കും. കർത്താവെ ഇവരുടെയൊക്കെ ഉയർച്ച കണ്ടിട്ട്, അവരുടെയൊക്കെ ഡംബം, അവർക്ക് മാല, അവരിങ്ങനെ മാല പോലെ ഇട്ടിരിക്കുവാണ് ഡംബം. ഹല്ലേലൂയ. ആമേൻ. അവരുടെയൊക്കെ ദേഹം തടിച്ചുരുണ്ട് കുട്ടപ്പനായിട്ടിരിക്കുക. ആമേൻ. ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, എൻ്റെ കൈ കഴുകുന്നു, എന്തിനാ? ആമേൻ. പക്ഷെ അങ്ങനല്ല. പിന്നെ മനസ്സിലായി, അവർ നിൽക്കുന്നത് സ്ലിപ്പറി ഗ്രൗണ്ടിലാണ്, അവർ വഴുവഴുപ്പുള്ളിടത്താണ്. എൻ്റെ ദൈവം എന്നെ മഹത്വത്തിലേക്ക് കേൾക്കുന്നു. എനിക്കാരുള്ളൂ സ്വർഗത്തിലും ഭൂമിയിലും? എനിക്ക് നീയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ആമേൻ, സ്തോത്രം. അപ്പം ഇതുപോലെയാണ് അവരെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ വഴുവഴുക്കും. പക്ഷേ കർത്താവിൻ്റെ മഹത്വത്തെയും കണ്ടാൽ നമ്മൾ പാറമേലാണ് നിൽക്കുന്നത്. ആമേൻ. അവരെ കൺസിഡർ ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ എന്തിനാ, ഇത് ഞാനാണ് ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല, ഇത്രയും പാടുപെട്ട് അവിടുന്ന് ഓടി ഇവിടുന്ന് ഓടി, അതും ചെയ്യാതെ ഇതും ചെയ്യാതെ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അവരുടെയൊക്കെ പള്ളും കേട്ട് നിനക്ക് വേണ്ടി നിന്നിട്ട് ഇതാണോ കർത്താവ്? ആമേൻ. അങ്ങനെ അവരെ ഓർത്തപ്പം ഇങ്ങനെയൊക്കെ ചിന്ത വന്നു. പക്ഷെ അവരെ വിട്ടിട്ട് ആലയത്തിൽ ചെന്ന് കഴിഞ്ഞ് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, എടാ ഞാൻ ഇപ്പം ഇരിക്കുന്ന ഇരിപ്പ് എന്താണേലും സാരമില്ല, ഞാൻ ഇനി കൊണ്ട് ചെളിക്കകത്ത് കൈയിടാൻ പോകുന്നില്ല, ഞാൻ കഴുകിയത് തന്നെ കഴുകിയതാണ്, അങ്ങനെ തന്നെ പോകാൻ പോവാണ്. എൻ്റെ കർത്താവ് എൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, അവൻ എന്നെ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും. എനിക്ക് ഇവിടെയും അവിടെയും കർത്താവ് മാത്രമേ ഉള്ളൂ. ആമേൻ. ഇതാണ് നമ്മൾ കർത്താവിനെ ധ്യാനിച്ചാലുള്ള ഗുണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കർത്താവ് നോക്കുമ്പം കർത്താവ് പറയല്ല, നിൻ്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറയത്തില്ല. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അതിന് പകരം നമ്മളിങ്ങനെ കർത്താവിനെ ധ്യാനിച്ച് മുന്നോട്ട് പോയാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ പറയപ്പെട്ട അലസ മനോഭാവമാകട്ടെ, മടുപ്പിക്കുന്ന മനോഭാവമാകട്ടെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് അവിടെ എൻ്റെ എബ്രായ ലേഖനം 12 താഴോട്ട് വായിക്കുമ്പോൾ നമുക്കാണ് നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങളൊക്കെ ദൈവം താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു. അതെല്ലാം എന്തിനാ? ഹല്ലേലൂയ. അതിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന്, തൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. ചുമ്മാതെ ഇട്ട് മനസ്സോടെ മനുഷ്യപുത്രന്മാരെ കർത്താവ് വെറുതെ ഒരു അവസ്ഥയിലൂടെ കടത്തി വിടത്തില്ല. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ഇല്ലാതെ പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം വേദനയായിരിക്കും, പക്ഷെ സാരമില്ല. അതുകൊണ്ട് അവിടെ പറയുകയാണ്, സ്തോത്രം, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുക. ആമേൻ. ഹല്ലേലൂയ. തളർന്ന കൈ, സ്തോത്രം. ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നുണ്ട്, സ്തോത്രം, കൈകൊട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ കൈക്കൊരു ബലമില്ല. ആമേൻ. കാരണം സിസ്റ്റർ ഇപ്പം അങ്ങനെ അതുപോലത്തെ ഒന്നും നടക്കുന്നില്ല. പണ്ടത്തെ പോലെ ഉപവസിക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ പോലെ ഒന്നും മുന്നോട്ട് പോകാൻ എന്തോ മനസ്സിൻ്റെ ഒരു സുഖമില്ല. അപ്പം കൈ തളർന്നു, മുട്ട് തളർന്നു, മുട്ടൊന്നും കുത്താതെ ഫിസിക്കലായിട്ടൊരു തളർച്ചയല്ല കേട്ടോ. ഫീബിൾ നീസ് തന്നെ പ്രയറിനൊക്കെ ഭയങ്കര വീക്കായിപ്പോയി. ആമേൻ. പിന്നെ എന്നാ പാത നിരത്തുവൻ എന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്ത് പോകാൻ, പുറകോട്ട് പോകാം. അപ്പം പിന്നെ കുന്നും മലയും ഉടക്കും മുള്ളും ഒക്കെ ഉള്ളിടത്തിൽ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. കർത്താവ് പറഞ്ഞ ഞാൻ തന്നെ വഴി, അപ്പോൾ എൻ്റെ വഴിയിൽ കൂടി തന്നെ പോകണം. അതിന് പകരം ഇതെല്ലാം ആയത് കാരണം വേറെ വല്ലയിടത്തിലൊക്കെ പോയാൽ ഓൾറെഡി ഉളുക്കിയിരിക്കുകയാണ്, മുടന്തിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ് ഇനി അതിലേ പോയാൽ വഴി വിട്ടു പോയിട്ട് ഉറപ്പായിട്ടും ഡിസ്ലൊക്കേറ്റ് ആകും. അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ പാത നിരപ്പാക്കി നേരെ വാ. ഹല്ലേലൂയ. അതുകൊണ്ട് കൈകളെ ബലപ്പെടുത്തുക, സ്തോത്രം, മുട്ടിനെ റെഡിയാക്കുക, സ്തോത്രം. കർത്താവിൻ്റെ ഹിതത്തിൽ കർത്താവിൻ്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഡിസ്ലൊക്കേറ്റ് ആകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചെയ്യുമ്പം നമുക്ക് ചില വചനങ്ങളോട് വായിച്ച് നമുക്ക് നിർത്താം. ഹല്ലേലൂയ. അപ്പം നമ്മളെ കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചാൽ എന്ത് സാഹചര്യങ്ങളിൽ കൂടി ആയിക്കോട്ടെ നമ്മൾ കടന്നു പോകുന്നത്, പക്ഷേ എന്നാലും കർത്താവ് നോക്കുമ്പം, ഹല്ലേലൂയ, ആ സർദീസിലെ രാജാവ് അലസനായിട്ടിരുന്നപ്പോൾ അവൻ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു വിള്ളൽ ഇതിൻ്റെ അടിയിലുണ്ടെന്ന്. അതിലേക്കൂടി ശത്രു കയറി വന്ന് അവരെ തോപ്പിച്ച് കളഞ്ഞെങ്കിൽ നമ്മൾ അറിയത്തില്ല. ഇങ്ങനത്തെയുള്ള ആറ്റിറ്റ്യൂഡോടെ
ഇരിക്കുമ്പോൾ നമ്മളറിയാതെ എവിടെയൊക്കെയാണ് വിള്ളലുണ്ടാകുന്നതെന്ന്. ആമേൻ. അങ്ങനെ കയറി ശത്രുവിന് ഒരു ആക്സസ് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ തോക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഞാൻ എൻ്റെ പ്രവൃത്തി അറിയുന്നുണ്ട്, പക്ഷേ ശകലം ഇച്ചിരിയൊക്കെ റിമെയിൻ ചെയ്യുന്നു, പക്ഷേ അതിനെ ശക്തിപ്പെടുത്തുക. അത് നമ്മൾ വീണ്ടും എഴുന്നേൽക്കുക, ഉണരുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, തളർന്ന കൈകളെ ബലപ്പെടുത്തുക, കുഴഞ്ഞ മുട്ട് ഹല്ലേലൂയ അതിനെയൊക്കെ റെഡിയാക്കി എടുക്കുക, മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുക, യേശുപ്പച്ചനെ തന്നെ ധ്യാനിക്കുക. ഹല്ലേലൂയ. യേശുപ്പച്ചനെ തന്നെ നോക്കുക. കർത്താവിൻ്റെ ഫോക്കസ് മുഴുവനും ആ കഷ്ടത്തിന് ശേഷമുള്ള ജോയ് ആയിരുന്നെങ്കിൽ നമുക്കും ഈ ഇതിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളായിരിക്കണം നമ്മുടെ ജോയ്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിത്യത. ഹല്ലേലൂയ. നമുക്ക് വരാൻ പോകുന്ന തേജസ്, അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അത് നോക്കി മുന്നോട്ട് പോയാൽ നമുക്കിതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം ചില ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 12:8-11. റോമർ 12:8. റോമർ 12:8. പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ആമേൻ. സോദരൻ മതി. അപ്പം പിന്നെ അതിൻ്റെ 11ാമത്തെ വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിക്കും. അപ്പം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരെ, അപ്പോൾ കർത്താവിനെ സേവിക്കുവാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെർവിങ് ആവണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്: ഉത്സാഹത്തിൽ മടുപ്പില്ല, ഉത്സാഹം വേണം. ആമേൻ. പിന്നെ ആത്മാവിൽ എരിവും വേണം. ഇത് രണ്ടും കൊണ്ട് വേണം നമ്മൾ കർത്താവിനെ സേവിക്കാൻ. അല്ലാതെ സേവിക്കാം, സ്തോത്രം. പക്ഷെ അത് പെർഫെക്റ്റ് ആവണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തത്, ഇനി പ്രബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രബോധിപ്പിക്കുക, ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഏകാഗ്രതയോടെ. അല്ലാതെ നാട്ടുകാരൻ വീട്ടുകാരെ എല്ലാം വിളിച്ച് വലിയ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തത് മുഴുവനും BBC-ക്കാർക്ക് സകലർക്കും അറിയാം. ആമേൻ. അങ്ങനെയുള്ള ദാനം ചെയ്യൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവൃത്തിയല്ല. ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഭരിക്കുന്നുണ്ടെങ്കിലോ അത് ഉത്സാഹത്തോടെ, ലീഡർഷിപ്പിലാണോ നിൽക്കുന്നത്, ഡെലിജൻ്റ് ആയിട്ട് ചെയ്യുക. അത് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. സാഹചര്യങ്ങൾ നിമിത്തം അങ്ങനെ ആയിപ്പോൾ ഇങ്ങനെ ആയിപ്പോൾ ഒന്നും ഏൽപ്പിച്ച കാര്യം ലീഡർഷിപ്പിലാണോ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെയ്തോണം. ആമേൻ. കരുണ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസന്നതയോടെ ആകണം. ആമേൻ. കരുണ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസന്നതയോടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. അതുപോലെ തന്നെ 1 പത്രോസ് 4, 1 പത്രോസ്, ഫസ്റ്റ് പീറ്റർ 4:9, 10, 11 ഞാൻ വായിക്കാം. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവാൻ, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവാൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കൈകൾ തളർന്നിരുന്നാൽ നമ്മുടെ കൊടുപ്പും വാങ്ങലിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. അല്ല, അപ്പോൾ പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പാൻ. അതിഥി സൽക്കാരം ആചരിക്കാം, പക്ഷെ അതിനകത്ത് പെറുപെറുപ്പ് വരരുത്. അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തി ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പെറുപെറുപ്പ് കൂട്ടരുത്. അതിഥി സൽക്കാരം നമുക്ക് എങ്ങനെ ആചരിക്കാം? ഹല്ലേലൂയ. അത് പുറപുറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ചെയ്യുവാണോ? അങ്ങനെയാണെങ്കിൽ ഇത് കാണരുത്. ആമേൻ. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും വചനം ഷെയർ ചെയ്യുവാണോ? വചനം ഷെയർ ചെയ്യും. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ വേണം പറയാൻ. എനിക്കറിയത്തില്ല, എനിക്ക് പരിചയമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല. നമുക്ക് അറിയാമെങ്കിൽ പറയുന്നെങ്കിൽ ഇങ്ങനെ വേണം പറയാൻ, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ. ആമേൻ. ഹല്ലേലൂയ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രാപ്തിയല്ല, ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ. അങ്ങനെ വേണം ചെയ്യാൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പം ചില എക്സാമ്പിൾസ് മാത്രം. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, സഭയിലാവട്ടെ ആർക്കെങ്കിലും കൊടുക്കുന്നതാണെങ്കിലോ സന്തോഷത്തോടെ കൊടുക്കുക. ആമേൻ. നിർബന്ധത്താൽ കൊടുക്കാം. ആമേൻ. സ്തോത്ര സങ്കടത്തോടെയും കൊടുക്കാം. പക്ഷെ അത് രണ്ടും ഇംപെർഫെക്റ്റാണ്. ആ പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതല്ല. സങ്കടത്തോടെ കൊടുക്കുന്നത് എപ്പോഴാണ്? നമുക്കില്ല, പക്ഷെ എന്നാലും കൊടുക്കണമല്ലോ, എന്നാൽ കൊടുത്തേക്കാം. എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ മേലെ, ഇനി
അങ്ങനെ കൊടുത്താൽ അതിനകത്ത് കാര്യമില്ല. ആമേൻ. കൊടുക്കുന്നെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുക. അതിന് മുമ്പ് മക്കതോന്യ സഭക്കാരുടെ കാര്യം പറഞ്ഞ് ചാടി പറയുന്നത്, അല്ലെങ്കിൽ അവരവരുടെ കഷ്ടതയിൽ നിന്ന് കഠിന ശോധനയിലായിരുന്നിട്ടും അവർ കൊടുത്തു. അവരും മടുത്തില്ല, അവർ കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കൊടുക്കുന്നെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ അത് സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നത്, അത് കർത്താവിന് ഇഷ്ടമാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പം അതുപോലെ കർത്താവിൻ്റെ വേലയിൽ 1 കൊരിന്ത്യർ 15:58 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവൻ. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പോസിട്ട്, ഹല്ലേലൂയ, ഇടയ്ക്ക് നിർത്തി വെച്ച്, അങ്ങനെയല്ലേ, എപ്പോഴും വർദ്ധിച്ച് വരുന്നവരാകാൻ ദൈവം ആഗ്രഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചില പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ചിന്തിച്ചത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രാർത്ഥനയാവട്ടെ, നമ്മുടെ കേൾക്കുന്ന അവസ്ഥകൾ, വചനധ്യാനമാകട്ടെ, പ്രാർത്ഥന, നമ്മുടെ വചനധ്യാനം, ഹല്ലേലൂയ, നമ്മൾ കേൾക്കുന്ന മെസ്സേജുകൾ, നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ടായിരിക്കും, വരുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൽ നമ്മൾ മടുപ്പുണ്ടോ? പോകണമല്ലോ എന്നോർത്താണോ നമ്മൾ പോകുന്നത്? ആമേൻ. കേൾക്കണമല്ലോ എന്നോർത്തിട്ടാണോ മെസ്സേജ് കേൾക്കുന്നത്? ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ അയാളുടെ മെസ്സേജ് ഇങ്ങനെയാണ്, നമ്മൾ മുൻവിധിയോടുകൂടിയാണ് ഇരിക്കുക. അല്ലെങ്കിൽ എനിക്ക് റേസിസ്റ്റ് ചെയ്തേ പറയത്തുള്ളൂ. ആമേൻ. അല്ലെങ്കിൽ എന്നിട്ട് അപ്പോൾ കേൾക്കാൻ മാന്യമുള്ളതുകൊണ്ട് പിന്നെ ഒന്നും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. ആമേൻ. അങ്ങനെയാണോ? ഇത്രയൊക്കെ എനിക്ക് അറിഞ്ഞാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെയാണ് മന്ദിപ്പ്. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ മറ്റുള്ളവരോടുള്ള നേരത്തെ ഉള്ള ആ ഒരു സഹായവും സഹകരണവും ഒക്കെ ഇപ്പോൾ ഉണ്ടോ? സ്തോത്രം. മനസ്സ് മടുത്തിരിക്കുവാണോ? ഹൃദയത്തിനകത്താണോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആണ് കുഴപ്പം. അപ്പം കർത്താവ് നോക്കരുത്, എൻ്റെ ICU കിടക്കുന്നതിൽ വെന്റിലേറ്ററിലെ ശകല ശ്വാസവും കൈകാലൊക്കെ ചെറുതായിട്ട് അനക്കുന്നതേ ഉള്ളൂ, അത് ഇത്രേ ഉള്ളൂ. പക്ഷേ അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ കർത്താവ് പറയുവാണ്. ആമേൻ. കർത്താവ് എപ്പം വേണേലും വരാം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ സർദീസിൽ പറ്റിയ പോലെ പറ്റും. അങ്ങനെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആത്മാവിലെരിവ്, കർത്താവിനെ സേവിക്കുവാണെങ്കിൽ ആത്മാവിലെരിവോടെ സേവിക്കുക. സോദരൻ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഏകാഗ്രതയോടെ, പ്രസന്നതയോടെ, കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ. ആമേൻ. ലീഡർഷിപ്പിലാണെങ്കിൽ ഡെലിജൻസോട് കൂടി, പ്രസംഗിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെയാണ് പ്രസംഗിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇനി പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും, മടുത്തു പോകുന്ന സാഹചര്യം വന്നാലും ധ്യാനിക്കേണ്ടത് അറിയാം, യേശുവിനെ ധ്യാനിക്കണം. ആരെ നോക്കണം? കർത്താവിനെ നോക്കണം. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ കൺസിഡർ ചെയ്താൽ നമ്മുടെ കാര്യം ശരിയാവും. ആമേൻ. ഹല്ലേലൂയ. അത് സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം സ്തോത്രം, ഈ തളർന്ന കൈയൊക്കെ റെഡിയാക്കുക, മുട്ടൊക്കെ റെഡിയാക്കുക, പാതകൾ നേരെയാക്കി മുന്നോട്ട് പോവുക, ഡിസ്ലൊക്കേറ്റ് ആവാതെ. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും കർത്താവ് പറഞ്ഞ അതിഥി സൽക്കാരം ആചരിക്കുന്നുണ്ടോ? വെറുപില്ലാതെ ആചരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഏതവസ്ഥയാകട്ടെ, സന്തോഷത്തിൻ്റെ അവസ്ഥയാവട്ടെ, നമ്മുടെ സങ്കടങ്ങളുടെ അവസ്ഥയാവട്ടെ, ഏത് സാഹചര്യത്തിലും ഈ സർദീസ് സഭയ്ക്ക് വന്ന പോലത്തെ ഒരു അവസ്ഥ വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. സകല അലസ മനോഭാവങ്ങളും മാറ്റി, മന്ദിപ്പുകൾ മാറ്റി, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കൂടി വരുമ്പോഴാണ് ഇത് കൂടുതലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന. അന്നേരത്തിനുള്ള റെമഡിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ നോക്കാൻ. അപ്പോൾ കർത്താവിനെ നോക്കി മുന്നോട്ട് നമുക്ക് പോകാം. അതുവരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് എങ്ങനെ ചെയ്തോ, കർത്താവ് എന്താണോ കർത്താവിന് മുമ്പിൽ വെച്ചത് അത് മുന്നിൽ കണ്ടുകൊണ്ട്, ഇന്ന് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇല്ല, ഞാനിത് നിർത്താൻ പോകുന്നില്ല, ഇല്ല, കൊടുക്കുവാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കൊടുക്കും. ആമേൻ. ഞാൻ ആത്മാവിൽ എരിവോടുകൂടി തന്നെ എൻ്റെ കർത്താവിനെ സേവിക്കും. യെസ്, ഈ കാര്യം ഞാനത് ഏറ്റെടുത്തിരിക്കുന്നത്, അത് അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡോട് നമ്മൾ മുന്നോട്ട് പോവുക. ഈ വചനങ്ങളാൽ നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തി, എല്ലാ തളർന്ന കൈകളും ബലപ്പെടട്ടെ, എല്ലാ ഫീബിൾ നീസും സ്ട്രോങ് ആവട്ടെ, എല്ലാ ഉളുക്കും മാറിപ്പോയിട്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് കത്തി ജ്വലിക്കുന്നവരായി ആ അബണ്ടന്റ് ലൈഫ് നമ്മളോട് വ്യാപരിക്കട്ടെ. കർത്താവ് നോക്കുമ്പോൾ സകല പ്രവൃത്തികളും പൂർണ്ണതയുള്ളതായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പാ, നീ നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തികൾ നിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾക്ക് സ്വയമായി പറ്റത്തില്ല അപ്പാ. കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം അപ്പാ. ഞങ്ങളുടെ യേശോപ്പച്ചനെ നോക്കി ഓടുവാൻ, യേശോപ്പച്ചനെ കൺസിഡർ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. താഴ്ത്തി സമർപ്പിക്കുന്ന എല്ലാവരും ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉണർന്ന് ശോഭിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് അപ്പാടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം ഞങ്ങളുടെ അപ്പച്ചന. നന്ദി പിതാവേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.